കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെയൊക്കെ ഒരുമിച്ച് ഒരിക്കൽ കൂടി കാണാനായിട്ട് ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാനും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മിസൈല്, ഡ്രോണ്, ബോംബ് ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങളും അതിൻ്റെയൊക്കെ പ്രകമ്പനങ്ങളും ഒക്കെ നിങ്ങൾ അതിൻ്റെയൊക്കെ നടുവിൽ ആയിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമി കുലുക്കമോ യുദ്ധമോ അല്ലെങ്കിൽ ഇത്തരം ഇതൊന്നും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആകപ്പാടെ പാറ പൊട്ടിക്കുന്നോ അല്ലെങ്കിൽ കിണർ വെടിവെക്കുന്ന അതിൻ്റെയൊക്കെയുള്ള ഒരു കുലുക്കമൊക്കെ യഥാർത്ഥത്തിൽ അനുഭവമായിട്ടുള്ളൂ. നിങ്ങൾ വളരെ ഇതിൻ്റെയൊക്കെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇത്തരം വലിയ കുലുക്കങ്ങളുടെയൊക്കെ നടുവിലായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ആ ഒരു അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം മുമ്പാകെ ആയിരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ തനിക്കുള്ളവരെ അറിയുന്നു എന്നുള്ള വലിയ ഉറപ്പോടെ നമുക്ക് ദൈവം മുമ്പാകെ ആയിരിക്കാം. പ്രത്യേകിച്ച് ഈ കട്ടിയുള്ള വസ്തുക്കൾ പൊട്ടുമ്പോഴാണ് വലിയ പ്രകമ്പനങ്ങളും ശബ്ദമൊക്കെ ഉണ്ടാകുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊട്ടുമ്പോഴൊന്നും അത്ര ശബ്ദങ്ങളില്ല. വളരെ കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ പൊട്ടുമ്പോഴാണ് വലിയ പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ കുലുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതാനുഭവങ്ങളും പല പൊട്ടിത്തെറികളും അപശബ്ദങ്ങളും കേൾക്കാനിടയാകുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം കട്ടിയാകുകയോ അല്ലെങ്കിൽ കഠിനമാകുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം പൊട്ടിത്തെറികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ കാലപ്പഴക്കത്തിൽ മനസ്സ് തഴമ്പിച്ച് കട്ടിയാകുകയോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വഴങ്ങുന്ന ഒരു ഹൃദയം ഉണ്ടാകുകയോ ചെയ്യും എന്നുള്ളതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. നാം എപ്പോഴും ഇതിലെ ഏത് വഴിയിലാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമുമ്പാകെ ആ നിലയിൽ നമുക്കുടെ ഹൃദയം കട്ടിയാകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു വഴങ്ങുന്ന ഹൃദയമുണ്ടോ, ഇതിലേത് വഴിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. ഇതിനെ സംബന്ധിച്ച് രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം പ്രാരംഭമായിട്ട്. അവിടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, അതുപോലെ എബ്രായർ 5:14, ഈ രണ്ട് വാക്യങ്ങളിൽ ഈ വ്യത്യാസത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യം നമുക്ക് എഫേസ്യർ 4:19 വായിക്കാം. ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുന്നു എന്നവിടെ കാണുന്നു. അപ്പോൾ ഈ മനസ്സ് തഴമ്പിച്ചു പോയവരെ കുറിച്ചുകൂടെ പറയുന്നു. എന്നാൽ എബ്രായർ 5:14 വായിക്കുന്നത് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർ എന്നവിടെ പറയുന്നു. അപ്പോൾ രണ്ടുപേരും അല്പം പ്രായത്തിൽ മുന്നോട്ട് പോയവരാണ്. എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ മനസ്സ് തഴമ്പിച്ചു പോയി. എന്നാൽ മറ്റേ അനുഭവത്തിൽ നമ്മൾ കാണുന്നത് തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് അനുഭവങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാം. ദൈവം നോക്കുന്നത് നിഷ്കളങ്കന്മാരാണ്, നേരുള്ളവരെയാണ്, ദോഷം വിട്ടകലുന്നവരെയാണ് എന്നൊക്കെ നമുക്ക് തിരുവെഴുത്തുകൾ നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പരീക്ഷകളൊക്കെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പരിശോധനകളായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇയ്യോബിൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ കാര്യത്തിലൊന്നുമല്ല ഇയ്യോബിന് പരീക്ഷ നേരിട്ടത്. തൻ്റെ നിഷ്കളങ്കതയല്ല പരീക്ഷിച്ചത്, തൻ്റെ നേരല്ല പരീക്ഷിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിലല്ല തനിക്ക് പരീക്ഷ വന്നു. പലപ്പോഴും നമ്മൾ ഈ CA പരീക്ഷയൊക്കെ എഴുതുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചതോ പ്രിപ്പയർ ചെയ്തോ ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ അല്ല വന്ന് എന്ന് അവരെപ്പോഴും പറയാറുണ്ട്.
അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ നമ്മൾ ഏതിൽ ശ്രദ്ധിക്കുന്നോ ആ രീതിയിലായിരിക്കുമല്ലോ പലപ്പോഴും നമുക്ക് പരിശോധനകൾ വരുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ലളിതമായ ആത്മീയമായ ഒരു പുരോഗതി നമുക്ക് ഉണ്ടാകേണ്ടത് വിവിധ തരം ആത്മീയ ആഹാരത്തിലൂടെ ആണ്. കർത്താവ് സാത്താനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോഴേ ഈ ഒരു ആഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആഹാരത്തിന് തന്നെ പല സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അല്ലെ വൈകുന്നേരത്തെ ഭക്ഷണം, ഇതിനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ദൈവവചനത്തിനും അതിൻ്റെതായ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിയിൽ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ സമയത്തിനനുസരിച്ചുള്ള ഒരു ആത്മീയ ആഹാരമാണ് നമ്മൾ കഴിക്കാൻ നമ്മൾ മനസ്സ് വെക്കേണ്ടത്. നമുക്ക് പലവിധ ദൈവവചനത്തെ തന്നെ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നമ്മളിപ്പം ഒരു ഹോട്ടലിൽ ചെന്നാൽ അല്ലെ അവിടുത്തെ മെനു നമുക്ക് തരുമ്പോൾ അതിനകത്ത് വിവിധ തരത്തിലുള്ള ഫുഡിനെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞ പോലെ ദൈവവചനത്തിലും ഈ ഭക്ഷണത്തിന് ചില തരംതിരിവുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് പ്രാരംഭമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് പലപ്പോഴും വിശ്വാസ വചനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായിട്ട് പരിണമിക്കുകയും അത് നമ്മളെ ആത്മീയമായിട്ട് വിശ്വസിക്കാനും രക്ഷിക്കപ്പെടാനും ഒക്കെ ഉതകുന്നതായ വചനങ്ങളാണ്. അത് നമ്മൾ റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആത്മീയ പ്രാരംഭത്തിൽ ഉള്ള ഒരു പാൽ എന്ന അനുഭവം പോലെ നമ്മൾക്ക് ലഭിക്കുന്ന കാര്യമാണ് ഈ ക്രിസ്തുവിൻ്റെ വചനം, അല്ലെങ്കിൽ വിശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്ന ആ വാക്കുകൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് നമ്മളെ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കുമൊക്കെ നയിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുപോലെ ഈ വേറൊരു വചനത്തിൻ്റെ വേറൊരു സ്വഭാവമാണ് കൃപയുടെ വചനം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലെ സോസിലെ മൂപ്പന്മാരെ വിളിച്ച് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 32-ാം വാക്യത്തിലൊക്കെ പറയുന്നത് കൃപയുടെ വചനത്തിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നാണ്. അപ്പോഴവിടെ ഏതൊരു സാഹചര്യത്തിലും ദൈവകൃപയോടെ നിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം, നമുക്ക് വളരെ സമ്മർദ്ദങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിലും ദൈവകൃപയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരു ദൈവവചനത്തിൻ്റെ കീഴിൽ നിൽക്കാനാണ് അപ്പോസ്തലൻ അവിടുത്തെ മൂപ്പന്മാരെ ഓർപ്പിക്കുന്നതായ കാര്യം. അപ്പോൾ കൃപയുടെ വചനം എന്ന് പറയുമ്പോൾ അത് കൃപ എന്ന് പറയുമ്പോൾ അർഹിക്കാത്ത ദാനമൊന്നും, താഴ്മയുള്ളവർക്ക് ലഭിക്കുന്ന ദാനമൊന്നും ഒക്കെ നമുക്ക് കൃപയെ കാണാനായിട്ട് കഴിയും. യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് ഞാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ ഞാൻ അർഹിക്കാത്ത ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ ആത്മീയ അനുഭവങ്ങളിലായിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ താഴ്മ. അപ്പോൾ ആ താഴ്മയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ കൃപയുടെ വചനങ്ങളെ നമുക്ക് ആവശ്യമായിരിക്കുന്നു, നമുക്ക് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചതായ അനേക കാര്യങ്ങൾ ഈ ദൈവവചനത്തിൽ തരംതിരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു. എഫേസ്യർ 1:13 രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം എന്നവിടെ നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യർ 1:13. അപ്പോൾ ആ സത്യവചനം ആണ് നമ്മളെ പൊതുജനനത്തിലേക്കും ദൈവിക രൂപാന്തരങ്ങളിലേക്കും നയിക്കുന്നതായ ദൈവവചനങ്ങൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ആ നിലയിൽ ആ ദൈവവചനങ്ങൾ നമ്മളെ രൂപാന്തരപ്പെടുന്നതാണ്. നമ്മൾ ആ പുതുജന്മം കഴിഞ്ഞ് നമ്മൾ ആത്മീയമായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ വചനങ്ങളാണ് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം എന്ന ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. അതുപോലെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശിൻ്റെ വചനം. 1 കൊരിന്ത്യർ 1:18 നമ്മൾ വായിക്കുന്നത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്ന നമുക്കത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ക്രൂശിൻ്റെ വചനം എന്നുള്ളതായ ഒരു തരംതിരിവ് ദൈവവചനത്തിലുണ്ട്. ആ ക്രൂശിൻ്റെ വചനമാണ് നമ്മൾക്ക്, അത് ലോകത്തിന് ഭോഷത്വമായ ഒരു കാര്യമാണ്. ക്രൂശിൻ്റെ വചനം നമ്മുടെ സ്വയത്തെ നിഷേധിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും
ഉള്ളതായ ആ ഒരു വഴി ലോകത്തിന് അത് ഭോഷത്വമായ കാര്യമാണ്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് നടത്തണം, നമ്മുടെ ഇഷ്ടം സാധിച്ചെടുക്കണം എന്നുള്ളതാണ് ലോകത്തിൻ്റെ അഭിപ്രായം. ലോകത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തെ നിഷേധിച്ചിട്ട് ദൈവേഷ്ടം ആരായുന്നത് ഒരു ഭോഷത്വമാണ്. എന്നാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കുമ്പോൾ അത് നമ്മളെ പാപത്തിലേക്കും മരണത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ് ആത്യന്തികമായിട്ട്. ലോത്ത് തൻ്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യം തീരുമാനിച്ചു, താൻ അത് തിരഞ്ഞെടുത്തു. എന്നാൽ അബ്രഹാം ആ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് കാത്തിരുന്നു. ആ, അതാണ് ശാശ്വതമായിട്ട് നമ്മളെ ആ, നയിക്കുന്നതായ കാര്യം. ആ നിലയിൽ ഈ ക്രൂശിൻ്റെ വചനം ലോകത്തിന് പോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ തന്നെ വാക്യത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 1:18 നമ്മളത് വായിക്കുന്നുണ്ട്. അത് നമ്മളെ പാപത്തിൽ നിന്നും അതുവഴിയുള്ള മരണത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ക്രൂശിൻ്റെ വചനം. അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയായിട്ട് വ്യാപരിക്കണം എന്ന് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ വേറൊരു വചനത്തിൻ്റെ വേറൊരു അനുഭവമാണ് നീതിയുടെ വചനമെന്ന് നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 5:13 നമ്മളത് വായിക്കുന്നു. എബ്രായർ 5:13 നമ്മളെ ആത്മീയ പക്വതയിലേക്കും ജീവനിലേക്കും നയിക്കുന്ന കാര്യമാണ് ജീവന്റെ വചനം, നീതിയുടെ വചനം. അപ്പോൾ ആ നിലയിൽ ഉള്ളതായ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം, തരം തിരിച്ചറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയും. അപ്പോൾ ദൈവവചനത്തിൻ്റെ വേറൊരു അനുഭവമാണ് ജീവന്റെ വചനം. നമ്മളത് ജീവനായിട്ട് വെളിപ്പെടുന്ന അനുഭവമാണ്. അത് ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുവാനും ഒക്കെ ആ നിലയിൽ ആ ദൈവവചനം നമുക്ക് ഉപകാരമായി വരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ 2 കൊരിന്ത്യർ 5:19 നമ്മൾ വായിക്കുന്ന ഒരു അനുഭവമുണ്ട്, നിരപ്പിൻ്റെ വചനം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അതുപോലെ നിരപ്പിൻ്റെ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അവിടെ 2 കൊരിന്ത്യർ 5:19 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ നിരപ്പിൻ്റെ വചനം നമ്മളെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ വളരെ ഉപകരിക്കുന്നതായ കാര്യങ്ങളാണ്. ദൈവത്തോട് നമ്മൾ നിരന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു നിരപ്പിൽ ജീവിക്കുന്ന അനുഭവം, വ്യത്യസ്തങ്ങളായ സ്വഭാവ വിശേഷങ്ങളുള്ള ഒരാളെ, പലരായ നമ്മളെ ഒരു ശരീരമാകുന്ന സഭയിൽ ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ പോകാൻ സഹായിക്കുന്ന അനേക കാര്യങ്ങൾ ഈ നിരപ്പിൻ്റെ വചനങ്ങളിലുണ്ട്. അത് തിരുവഴുത്തിൽ നിന്ന് കണ്ടെത്തി നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് നമ്മളെ മറ്റുള്ളവരെ കൂടെ ഈ ദൈവീയ സത്യങ്ങളിലേക്ക് നടത്തുവാനുള്ള പ്രാപ്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് വരുവാനുള്ള പരീക്ഷാകാലത്ത്, ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നവിടെ കാണുന്നുണ്ട്. അപ്പോഴത് നമ്മളെ ഈ സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം യഥാർത്ഥത്തിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ നേരിനെക്കുറിച്ചോ ദോഷം വിട്ടകലുന്നതിനെക്കുറിച്ചോ നിഷ്കളങ്കതയെക്കുറിച്ചോ ഒന്നുമല്ല പരീക്ഷണം വന്നത്. ഇയ്യോബിന് പരീക്ഷണം വന്നത് സഹിഷ്ണുതയെക്കുറിച്ചാണ്. തന്നെ സഹിച്ചു നിൽക്കാനുള്ളതായ ഒരു പരീക്ഷയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ടതെന്ന് കാണാനായിട്ട് കഴിയും. യാക്കോബിൻ്റെ ലേഖനത്തിൽ അത് കാണുന്നുണ്ട്. സഹിഷ്ണുത കാണിച്ചവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത കണ്ടും ആ കർത്താവിന് വരുത്തിയ അവസാനം നമ്മൾ കേട്ടു പിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ യോബിന് നേരിട്ട് ഒറ്റ പരീക്ഷയുണ്ടായിരുന്നു, തൻ്റെ സഹിഷ്ണുതയായിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ സഹിഷ്ണുതയോടെ നിൽക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനും അല്ലെങ്കിൽ അതിനു മുമ്പ് ഉള്ള ഒരു പ്രസവ വേദനയിലൂടെ ലോകം കടന്നു പോകും, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിലൂടെ കടന്നു പോകും എന്നൊക്കെ ദൈവവചനം തെളിവായിട്ട് പറയുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാക്കുക എന്നുള്ള കാര്യം. അത് ഫിലാദൽഫിയയിലെ സഭയോടുള്ള ബന്ധത്തിലാണ് ആ വചനം നമ്മൾ കാണുന്നത്. അവിടെ അവരെ സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു എന്ന് യാക്കോബ് പറയും.
അപ്പോൾ സഹിഷ്ണുതയെക്കുറിച്ചുള്ളതായ വചനം ഏതൊരു സാഹചര്യത്തിലും ക്ഷമയോടും വെയിറ്റ് ചെയ്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ, കർത്താവ് നമ്മളെ നടത്തുവാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു വലിയ അനുഭവം അതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മളെ ഈ ആത്മീയമായ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് തളരാതെ പതറാതെ പോകാൻ നമ്മളെ ഏറ്റവും സഹായിക്കും. അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിന് നമ്മളോട് കരുണ തോന്നും എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയാൽ നമ്മൾ കൂടുതൽ കഠിനരായിത്തീരും. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നും, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. അത് ഒരു ദൈവിക അനുഭവമാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ സകല വചനം കൊണ്ടും നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് നിശ്ചയമായിട്ട് നമ്മളോട് കരുണ തോന്നും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ആ നിലയിൽ നമ്മൾ ദൈവവചനത്തെ ആത്മീയമായ ഭക്ഷണമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നമ്മൾ കൈക്കൊള്ളുന്നവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അപ്പോൾ ആ നിലയിൽ നമ്മളെ അത് നമ്മുടെ അവയവങ്ങളെ വളരെ വഴക്കമുള്ളതാക്കി തീർക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ വളരെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടി പോകുന്നവരായി പോവുകയില്ല. നമ്മൾ വളരെ ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കപ്പെട്ടു കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കഠിനമാക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പഴയ നിയമം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പഴയ നിയമം യഥാർത്ഥമായിട്ട് അത് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ കഠിനരാക്കും എന്നാണ് ആ വാക്യം വായിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ അല്ലെ പല അനുഭവങ്ങളിലും നമ്മളെ കഠിനമാക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇതിലൊക്കെയും നമ്മളത് ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ കാഠിന്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അല്ലാതെ നമ്മൾ പഴയ നിയമത്തെ ഉൾക്കൊണ്ടാൽ അത് നമ്മളെ കഠിനമാക്കുന്ന ഒരു അനുഭവമാണ്. അതുതന്നെയാണ് കർത്താവ് ഈ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അവരെല്ലാം യഹൂദന്മാരായിരുന്നു, പഴയ നിയമം അവർക്ക് അതിൻ്റെ കീഴിലുള്ളവരായിരുന്നു. എന്നാൽ അതിലുള്ള ക്രിസ്തുവിനെ പലപ്പോഴും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മോശയ്ക്കും ദാവീദിനും ഒക്കെ ഈ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിന്ദയെക്കുറിച്ചും ഒക്കെ ദൈവം വെളിച്ചം നൽകിയിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ള വെളിച്ചം അവർക്ക് ഒരു പുതിയ നിയമ അനുഭവത്തിൽ നൽകിയിരുന്നെങ്കിൽ പലപ്പോഴും ഈ ശിഷ്യന്മാർക്ക് ആ ഒരു നില ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ശമരിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പോലും അന്ന് കർത്താവിനോട് ആകാശത്തെയും തീ ഇറക്കി ഇവരെ നശിപ്പിക്കാൻ കൽപ്പിക്കരുതോ എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നതും, കർത്താവ് നിങ്ങൾ ഏത് ആത്മാവിന് അധീനര് എന്ന് തിരിച്ചു ചോദിക്കുന്നതുമായ അനുഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് അവിടെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ പഴയ നിയമം യഥാർത്ഥമായിട്ട് ക്രിസ്തുവിലേക്ക് നമ്മളെ നയിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിഹീനരാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിൽ 44 വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളെ ഈ
പഴയ നിയമമാണെങ്കിലും അത് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതായിരിക്കണം. അല്ലേ നമ്മുടെ ജീവിതം, ഹൃദയം കഠിനപ്പെട്ടു പോകും. പല സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മളിൽ ശത്രുതയും അല്ലെങ്കിൽ ഹൃദയകാഠിന്യവും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതായ കാര്യങ്ങളാണ്. അത് നമ്മളെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്കും നമ്മളെ നയിക്കേണ്ടതാണ്. ആ ഒരു നിലയിൽ നമ്മൾ നമ്മുടെ തിരുവെഴുത്തുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിലൂടെ തന്നെ നമ്മൾ കഠിനമാകാനുള്ള സാധ്യതകളെയും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ ദിനംപ്രതി ഈ കഠിനപ്പെടാതിരിക്കാൻ പല കാര്യങ്ങൾ ദൈവവചനം നമ്മളോട് പറയുന്നു. എബ്രായ ലേഖനം 3:13 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്ന് 13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അന്യോന്യം നമ്മളിത് ഓർപ്പിച്ചുണർത്തിക്കൊണ്ടിരിക്കണം. പാപത്തിൻ്റെ ചതിയാലാണ് നമ്മൾ കഠിനപ്പെടുന്നത്. നമ്മുടെ മനോഭാവത്തിലും വാക്കുകളിലും ചിന്തകളിലും ഒക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കുകയും അതുവഴി നമ്മൾ കഠിനപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് അന്യോന്യം നമ്മൾ ആ കർത്താവിൽ നമ്മൾ അന്യോന്യം കർത്താവിൻ്റെ സ്നേഹത്തെ അന്യോന്യം ഓർപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നതിലൂടെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ, ചിന്തകളിൽ, വാക്കുകളിൽ തെറ്റുകൾ വരാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി കഠിനപ്പെടാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നതായ കാര്യമാണ്. ആദ്യ വിശ്വാസം, അതുപോലെ അതിൻ്റെ 14 വാക്യത്തിൽ വായിക്കുന്ന ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നമ്മൾ കർത്താവിൽ പങ്കാളികളാണ്. അപ്പോൾ ആദ്യ വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ അത് മുന്നോട്ട് വരുമ്പോൾ ആ വിശ്വാസത്തിന് വ്യതിയാനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ദുഷ്ടഹൃദയമാക്കും. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതിരിപ്പാൻ, അതുവഴി നമ്മൾ കഠിനരാകാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വാക്യം നമ്മളോട് ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്രായ ലേഖനത്തിൽ പറയുന്ന വേറൊരു കാര്യമാണ് അതിന് 15 വാക്യം 3:15, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ ജീവിതത്തിലെ ഒരു മത്സര സ്വഭാവത്തിലൂടെ നമ്മൾ കഠിനപ്പെടാം. ലോകത്തിൽ മത്സരത്തിൻ്റെ ഒരു ലോകമാണ് ലോകമെന്ന് പറയുന്നത്. നമ്മളെ ലോകത്തിലെ പല സാഹചര്യങ്ങളും നമ്മളെ മത്സരത്തിലേക്ക് നയിക്കാവുന്നതാണ്. അത് നമ്മളെ കഠിനപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതത്തിലെ മത്സര സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ എബ്രായ ലേഖനത്തിൽ തന്നെ 4 അധ്യായത്തിൻ്റെ 1 വാക്യം നമ്മൾ കാണുന്നത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ആ നിലയിൽ നമ്മുടെ വഴങ്ങുന്ന ഒരു ഹൃദയമാണ് നമ്മളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നത്. കഠിനപ്പെട്ട ഒരു ഹൃദയത്തിൽ ഒരിക്കലും സ്വസ്ഥത പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാ നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ ഒരിക്കലും അതിനെ പുറകിലെറിഞ്ഞ് കഠിനമാക്കുവാൻ ഇടയാകരുത്. അത് നമ്മളെ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് നമ്മൾ വഴങ്ങുന്ന ഒരു ഹൃദയമുള്ളവരും ഒരു പുതുക്കം പ്രാപിക്കുന്ന മനസ്സുള്ളവരും ഒക്കെ ആയിത്തീരുവാനാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നത്. കർത്താവിൻ്റെ ആ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കണം. പുതിയ നിയമത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റായ ഒരു ഹൃദയമാണ്. എസെക്കിയേൽ 36:26 നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. എസെക്കിയേൽ 36:26, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും എന്നവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ നിലയിൽ നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആണെങ്കിൽ സംഭവിക്കുന്നത്, നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം ആ ഹൃദയത്തിൽ വന്നാൽ അത് ആ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും പിന്നീട് അതിന് പറവയ്ക്ക് കുത്തിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ വെയിലടിയേറ്റ് ഉണങ്ങിപ്പോകാനോ ഉള്ള ഒരു സാധ്യതയില്ല.
അപ്പോൾ ആ നിലയിൽ നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ സൂക്ഷിക്കണം. ആ, കർത്താവ് പുതിയ നിയമത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പുതിയ നിയമ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ എസെക്കിയേൽ 36:26 എന്ന് പറയും. ആ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. ആ ഒരു ഹൃദയത്തിൻ്റെ സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണ് കഠിനപ്പെട്ടു പോകുന്നത് എന്നുള്ളത് ജീവിതത്തിൻ്റെ പല മേഖലയിൽ നമ്മൾ അറിയാതെ ദൈനംദിന ജീവിതത്തിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ആ നിലയിൽ പരിശോധിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പറയും, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യമെന്ന് അടിവരയിട്ട് തീത്തോസ് ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നവീകരണത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ട്, അതൊരു വിശ്വാസയോഗ്യമെന്നുള്ള വചനം നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് അതിൽ ആശ്രയിക്കാവുന്ന ഒരു വചനമാണ്, വളരെ വിശ്വസ്തമായ ഒരു വചനമാണ് എന്നാണ് നമുക്കതിനെ കുറിച്ച് കാണാനായിട്ട്. ദൈവത്തിൻ്റെ വചനം എല്ലാം വിശ്വാസയോഗ്യമാണ്. അപ്പം തന്നെ നമുക്ക് വിശ്വസ്തമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു അനുഭവം, നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ സൂക്ഷിക്കേണ്ടത്. നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആ നിലയിൽ നമ്മൾ കഠിനപ്പെടാനും വഴങ്ങുന്ന ഹൃദയം ഉണ്ടാകാനുമായിട്ട് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില വേദഭാഗങ്ങളെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമുക്ക് സദൃശ്യവാക്യങ്ങളിലെ അവസാനത്തെ 2 അധ്യായങ്ങൾ, 30-31 അധ്യായങ്ങൾ ശലോമോൻ എഴുതിയതല്ലെന്ന് കാണാനായിട്ട് കഴിയും. ശലോമോന് വേണ്ടി എഴുതപ്പെട്ടതുപോലെ നമുക്ക് ആ വാക്യങ്ങൾ കാണുമ്പോൾ തോന്നും. ഒരുപക്ഷെ അത് അവിടെ 30-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന യാക്കോയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങളെന്നാണ്, ഒരു അരുളപ്പാട് എന്ന് അവിടെ നമ്മൾ അതിൻ്റെ ഒരു ഹെഡിങ് പോലെ 1-ാം വാക്യത്തിൽ നമ്മളവിടെ കാണുന്നു. യാക്കോയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഒരുപക്ഷെ അത് ശലോമോന്റെ സദസ്സിലുള്ള ഒരാളായിരിക്കാം എന്ന് കാണാം. ഈ ആഗൂരിൻ്റെ പ്രത്യേകത, തൻ്റെ ദൃഷ്ടിയിൽ താൻ വളരെ ചെറിയ ഒരാളായിരുന്നു. താൻ ഒരു രാജസന്നിധിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു ഉപദേഷ്ടാവായിരിക്കുന്ന ആളാണെങ്കിൽ പോലും തൻ്റെ ദൃഷ്ടിയിൽ താൻ വളരെ ചെറുതും പോഷനും ബലഹീനനും ഒക്കെ ആയിട്ടാണ് തന്നെ താൻ കാണുന്നത്. നമുക്ക് അതിൻ്റെ 30-ന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ, മനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായവൻ്റെ പരിജ്ഞാനം എനിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ആഗൂര് തന്നെക്കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ദൈവികമായ വെളിപ്പാടുകൾ ലഭിക്കാനുള്ള ഒരു ദൈവികമായ അടിസ്ഥാന യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തിരിച്ചറിവ്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു തിരിച്ചറിവ് എന്ന് നമുക്കിവിടെ ആഗൂരിൻ്റെ അനുഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച്, ഈ ദൈവത്തിൽ നിന്ന് വേണ്ട ആ ഒരു വെളിച്ചം തനിക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ചില സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാതെ പൗലോസിൻ്റെ കാഴ്ചപ്പാടുകളെ നമുക്ക് ആ നിലയിൽ ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 1:15 നമുക്ക് കാണാൻ കഴിയുന്നത്, ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അവിടെ കൊണ്ടത് തീരുന്നില്ല. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പൗലോസ് തന്നെക്കുറിച്ചുള്ള തനിക്കുള്ള തിരിച്ചറിവ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവമുമ്പാകെ താൻ നിൽക്കുമ്പോൾ താൻ എന്താണ് എന്നുള്ളത് ആ പാപികളിൽ ഒന്നാമനായ ഒരാളായിട്ടാണ് ദൈവമുമ്പാകെ താൻ നിൽക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 3:18 നമ്മൾ വായിക്കുന്ന അതേ പൗലോസിൻ്റെ തന്നെ ഒരു വാക്കാണ്. കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നതാണ്, ആരും തന്നെ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ.
അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള യഥാർത്ഥമായ ദൈവത്തിൽ നിന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ട യോഗ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 1 കൊരിന്ത്യർ 1:27 നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ എത്ര ലോകത്തിൻ്റെ ഒരു നിലവാരം അനുസരിച്ചല്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയിൽ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് നമ്മുടെ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ യെശയ്യാ പ്രവചനം 9:1 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, എന്നാൽ കഷ്ടതയില്ലാത്ത ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. അപ്പോൾ തിമിരം എന്നുള്ള വാക്ക് യെശയ്യാവിൻ്റെ കാലത്ത് തന്നെ ഈ തിമിരമുണ്ട്. കണ്ണിൻ്റെ നമ്മളിപ്പോൾ കാറ്ററാക്ട് ഓപ്പറേഷൻ ഒക്കെ പറയുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കഷ്ടതയുള്ള ഇരുന്ന ദേശത്തിന് ദൈവം തിമിരമില്ല. അന്ന് ദൈവത്തിൻ്റെ പല കാര്യങ്ങളും ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഓപ്പൺ ആക്കുന്ന ഒരു സമയമാണ്. നമ്മളെ ദേശത്തിൽ നമ്മളൊരു പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. നമ്മളത് തിരിച്ചറിയണം. നമ്മൾ ആ കർത്താവിൻ്റെ മുഖം ആ നിലയിൽ അന്വേഷിക്കുമ്പോൾ അവൻ നമുക്ക് ഏറ്റവും സമീപസ്ഥനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് യഥാർത്ഥമായിട്ട് നമ്മൾ പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരുന്ന അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാനായിട്ടും കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേകതകൾ. ആ കാര്യത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആയിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആഗൂരിൻ്റെ വാക്കുകൾ എപ്പോഴും നമുക്ക് പുതിയ നിയമ ആത്മാവിലുള്ള ഒരു അനുഭവങ്ങളെ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയും. കർത്താവിനെ കുറിച്ച് അവിടെ ആഗൂര് പറയുന്നതായ ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന വാക്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സദൃശവാക്യങ്ങൾ 30:4 വാക്യം നമ്മളിവിടെ കാണുന്നത്, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാര്, കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാര്, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാര്, ഭൂമിയുടെ അറുതികളൊക്കെ നിയമിച്ചവൻ ആര്, അവൻ്റെ പേരെന്ത്, അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? അപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവപുത്രനെ കുറിച്ചുമുള്ളതായ ഒരു ദൈവിക വെളിപ്പാടാണ് ഈ ആഗൂരിനെ ഈ കാര്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ ദൈവവചനത്തിൻ്റെ പൂർണ്ണത അവിടെ ആഗൂര് വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ 5ഉം 6ഉം വാക്യത്തിൽ, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ, അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് എന്നാണ് അവിടെ അതിൻ്റെ 5ഉം 6ഉം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ, അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടയാകരുത് എന്ന് നമ്മളവിടെ കാണുന്നു. അതുപോലെ ഈ ആഗൂരിൻ്റെ ഈ വചനങ്ങളിൽ പറയുന്ന ഒരു കാര്യം, 2 തരത്തിലുള്ള വ്യാജങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ഈ 30-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ, അതായത് ധനവാനായിട്ടും ദരിദ്രനായിട്ട് അഭിനയിക്കുക എന്നുള്ളതൊരു വ്യാജമാണ്. അതുപോലെ ദരിദ്രനായിട്ടും ധനവാനായി അഭിനയിക്കുക, ഇതും വ്യാജത്തിൻ്റെ വേറൊരു അനുഭവമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയ ഈ കാര്യങ്ങളിലുള്ള ഒരു മനോഭാവങ്ങൾ അവിടെ ആഗൂര് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അവിടെ പറയുന്ന, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചെൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. അപ്പോൾ ആഗൂരിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, വ്യാജവും ഭോഷ്കും അകറ്റണേ, അഭിനയങ്ങളൊക്കെ എന്നിൽ നിന്ന് അകറ്റണമേ.
ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിവൃത്തിവർത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. അപ്പോൾ പഴയ നിയമകാലത്ത് അവർക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. കാരണം ഈ വാക്യത്തിൽ ശേഷിച്ചിരുന്ന ഭാഗത്ത് പറയുന്ന പോലെ അവർ ചിന്തിച്ചത് തങ്ങൾ ദരിദ്രരാണെങ്കിൽ മോഷ്ടിക്കുമെന്നും അവരധികം സമ്പന്നരായാൽ അവർ കർത്താവിനെ ഉപേക്ഷിക്കുമെന്നുള്ളതായിരുന്നു ഒരു പഴയ നിയമ അനുഭവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പല വിശ്വാസികളും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വളരെയധികം പണം ആണ് പലരെയും നശിപ്പിക്കുന്നതായ കാര്യം. എന്നാൽ അത് ജീവിക്കാനുള്ള ഏറ്റവും ഒരു ആഴം കുറഞ്ഞ ഒരു നിലവാരമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കൊരു ദൈവ മകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. അതാണ് പൗലോസിൻ്റെ മനോഭാവത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയുന്നത്, ഞാൻ ഏത് വിധമായാലും ഞാൻ ദരിദ്രനാണോ സമ്പന്നനാണോ എന്നത് എനിക്ക് കാര്യമല്ല, എനിക്ക് രണ്ട് നിലയിലും ആത്മീയമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് പൗലോസ് അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4:12 നമ്മളത് വായിക്കുന്നു. ഫിലിപ്പിയർ 4:12. താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമ ആ ഒരു ആത്മാവിൻ്റെ ശക്തി. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്തു തന്നെയാണെങ്കിലും അവിടെ തൃപ്തനായിരിക്കുക. അപ്പോൾ ദരിദ്രനായിട്ട് മോഷ്ടിക്കുന്ന അനുഭവം വരികയില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ വ്യാജത്തിലേക്ക് തിരികെയില്ല. ആ ഒരു അനുഭവത്തിൽ നമുക്ക് പോകാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് ശക്തീകരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായാലും അത് അല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആധാരമെന്ന് മനസ്സിലാക്കി അതിൽ മധ്യത്തിലും താഴ്മയോടെ ഇരിക്കാനായിട്ട് നമ്മളെ ദൈവം ശക്തനാക്കും എന്നുള്ളതാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ആഴമായ ആത്മീയ അനുഭവം. മറ്റത് നമ്മൾ ദരിദ്രനായിട്ട് മോഷ്ടിക്കുന്ന അനുഭവം അല്ലെങ്കിൽ സമ്പന്നനായിട്ട് ദൈവത്തെ തിരിച്ചു കളയുന്ന അനുഭവത്തെക്കുറിച്ച് വിചാരപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമല്ല. ജീവിതത്തിൽ യഥാർത്ഥമായ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ പ്രതികൂലത്തിലാണെങ്കിലും അനുകൂല ജീവിതത്തിലാണെങ്കിലും ദൈവത്തോടുള്ളതായ വളരെ അടുത്ത ബന്ധത്തിൽ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവം, അതാണ് യഥാർത്ഥ ആത്മീയ അനുഭവം. അപ്പോൾ സമ്പത്ത് പൗലോസിനെ നശിപ്പിക്കുകയില്ല, അതുപോലെ ദാരിദ്ര്യവും പൗലോസിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു നിശ്ചയമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതാണ് നമുക്കും മാതൃകയാക്കാനുള്ളതായ കാര്യം. അതുപോലെ നമ്മൾ കഠിനപ്പെടാനുള്ള മറ്റ് സാഹചര്യങ്ങളെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു വക്രതയുള്ള ഒരു തലമുറയുടെ നടുവിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പല മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തൊഴിൽ മേഖലയുണ്ട്, നമ്മുടെ കുടുംബ അന്തരീക്ഷമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ആ പല സാമൂഹിക സാഹചര്യങ്ങളിലും നമ്മൾ കഠിനപ്പെടാനുള്ളതായ പല സാഹചര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ഈ സദൃശവാക്യം 30:10 നമ്മൾ വായിക്കുന്നത്, ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്, അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരാനും ഇടവരരുത്. അപ്പോൾ തൊഴിൽ മേഖലയിലുള്ള പരദൂഷണം അത് നമ്മളെ അതിൽ പങ്കാളികളാകുന്നതൊക്കെ നമ്മളെ കഠിനപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യം 30:11 കുടുംബജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഒരു അതിൻ്റെ 30:11 വായിക്കുന്നത്, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇവിടെ പറയാണ് രണ്ട് തെറ്റുകളെക്കുറിച്ച്. അപ്പനെ ശപിച്ചാൽ അത് തെറ്റാണ്, അതുപോലെ അമ്മയെ അനുഗ്രഹിക്കാതിരുന്നാലും അതും ഒരു തെറ്റാണ് എന്ന് നമ്മളവിടെ കാണുന്നു. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ എത്ര ജാഗ്രതയുള്ളവരായിരിക്കണം, നമ്മൾ ഹൃദയം കാഠിനപ്പെട്ടു പോകാതിരിക്കാൻ അത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ പണം, ബഹുമാനം, പുകഴ്ച എന്നിവയോടുള്ള നമ്മുടെ മനോഭാവം നമ്മൾ വാങ്ങിക്കുന്നതിലും കൊടുക്കുന്നത് നല്ലത് എന്നുള്ളതായ കാര്യമാണ് തുടർന്നും നമ്മളവിടെ കാണുന്നത്.
ഈ അതിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന രണ്ട് പുത്രിമാരുണ്ട്, ഒരിക്കലും തൃപ്തി വരാത്ത മൂന്നുണ്ട്, ഏഹ്, ഏഹ്, മതി എന്ന് പറയാത്ത നാലുണ്ട് എന്നോട് പറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടണം കിട്ടണം എന്നുള്ളതായ ചിന്തകൾ നമ്മളെ കഠിനതയിലേക്ക് നയിക്കുന്നതായ കാര്യമാണ്. അവിടെ പൗലോസിന്റെ അനുഭവത്തിൽ പറയുന്നത്, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്കോർത്തു. പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മറ്റ് സുവിശേഷങ്ങളിലൊന്നും ഇല്ലെങ്കിലും ഈ വാക്യം പൗലോസിന് ഒരുപക്ഷെ നേരിട്ട് തന്നെ കർത്താവ് കൊടുത്തതാവാം. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ 30-ന്റെ 15-ാം വാക്യത്തെ കാണുക. തരിക തരിക എന്ന രണ്ട് പുത്രിമാർ, ഒരിക്കലും തൃപ്തി വരാത്ത മൂന്ന് അനുഭവങ്ങൾ, ഇതൊക്കെ ഇവിടെ ഈ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ നമ്മൾക്ക് കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും കുലുക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കഠിനപ്പെടുന്നതനുസരിച്ചാണ് ആ കുലുക്കത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ വഴങ്ങുന്ന ഒരു ഹൃദയമാണെങ്കിൽ ആ കുലുക്കം വളരെ ചെറിയ നിലയിലും അത് നിലനിൽക്കാതെ അതുമൂലം ഒരു പ്രശ്നമില്ലാതെ പോകുന്നതുമാണ്. കുടുംബ ബന്ധങ്ങളിലെ കാര്യങ്ങൾ കട്ടിയാവുമ്പോൾ ഭാര്യയും ഭർത്താവും നിമിത്തം ഭൂമി കുലുങ്ങുമെന്നാണ് ഇവിടെ നമ്മളതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. 3-ന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4-ന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ. തുടർന്ന് പറയുകയാണ്, ഭൂമി കുലുങ്ങാൻ അല്ലെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദാസൻ രാജാവായാൽ അവൻ്റെ നിമിത്തവും, ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവൻ്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ. അപ്പോൾ ഈ നിലയിലൊക്കെ വലിയ കുലുക്കങ്ങൾ ഉണ്ടാകാം, ഭൂമിക്ക് തന്നെ അത് കുലുക്കമുണ്ടാകാം എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്ന്, ദാസൻ രാജാവായാൽ അവൻ്റെ നിമിത്തം, ഭോഷന് തിന്ന് തൃപ്തനായാൽ അവൻ്റെ നിമിത്തവും എന്ന് നമ്മൾ അവിടെ കാണുന്നു. അപ്പോൾ ദാസൻ യജമാനാകുന്ന അനുഭവങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, യോസഫൊക്കെ ഒരു പൊത്തിപ്പേറിന്റെ വീട്ടിൽ ദാസനായിട്ടിരുന്ന ഒരാളാണ് പിന്നീട് രാജാവായിട്ട് തീർന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്വർഗ മഹിമകളെ വിട്ട് ദാസരൂപമെടുത്ത് ഇവിടെ വന്നു. യഥാർത്ഥത്തിൽ രാജാവായ ആള് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പലതിനും ദാസരായി തീർന്ന അല്ലെങ്കിൽ അടിമകളായി തീർന്ന ആ വ്യക്തി, പലതിനും അടിമയായിരിക്കുന്ന ഒരു വ്യക്തി ഈ കാര്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്താൽ ആണ് വലിയ കുലുക്കങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ നമുക്കതിൽ യഥാർത്ഥമായിട്ട് കാണുന്നത്. അതായത് ഒരു കുടുംബ ബന്ധത്തിൽ സംബന്ധിച്ച് കോപത്തിനും അതുപോലെ ഭക്ഷണത്തിനും രുചിക്കും പണത്തിനും അതുപോലെ അടിമയായ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വം വഹിച്ചാൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ രാജാവായിട്ടിരുന്നാൽ അവിടെ ഭൂമി കുലുങ്ങുമെന്നാണ് ഇവിടെ നമുക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭർത്താവ് കോപത്തിനും അല്ലെ ഭക്ഷണത്തിനും രുചിക്കും പണത്തിനും ഒരു ദാസനാണെങ്കിൽ അല്ലെ അടിമയാണെങ്കിൽ അവിടെ അത് നിമിത്തം കുലുക്കങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ ഈ വാക്ക് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുപോലെ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ എന്നിവിടെ കാണുന്നു. അപ്പോൾ നമുക്ക് ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ അനേക ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ നിമിത്തം പല പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് തിരുവെഴുത്തുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യാക്കോബിന്റെ 2 ഭാര്യമാരായിരുന്നു, റേച്ചലും ലേയും. അപ്പോൾ ഇവർ രണ്ടുപേരും യാക്കോബിനെ എപ്പോഴും അസഹ്യപ്പെടുത്തുന്നവരാണ്. അല്ലെങ്കിൽ റേച്ചലിന് റാഹേലിന് മക്കളില്ലായിരുന്നു. അതുപോലെ ലേയ്ക്ക് എപ്പോഴും തൻ്റെ ഭർത്താവിനോട് ഉള്ള അറ്റാച്ച്മെന്റിൽ എപ്പോഴും നിൽക്കണം. ഈ കാര്യത്തിൽ എപ്പോഴും യാക്കോബിനെ അസഹ്യപ്പെടുത്തുന്നവരായിരുന്നു ഈ 2 ഭാര്യമാരെന്ന് നമുക്ക്
കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ എപ്പോഴും അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അത് നമ്മളെ പല കുലുക്കങ്ങളിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുപോലെ വേറൊരു ഭാര്യയാണ് നമ്മുടെ ശൗൽ രാജാവിൻ്റെ മകളായ മീഖൾ. അവൾ ദാവീദിൻ്റെ ഭാര്യയായപ്പോൾ അവൾക്ക് ദാവീദിനെ സംബന്ധിച്ച് ദാവീദിനോടൊരു തുച്ഛീകരിക്കുന്ന ഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മീഖളിനെ സംബന്ധിച്ചിടത്തോളം. അതും കുടുംബ ബന്ധങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ മോശയുടെ ഭാര്യ സിപ്പോരയെ ശ്രദ്ധിച്ചു നോക്കിയാൽ സിപ്പോരയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ഒരു വാക്യത്തിൽ മാത്രമേ തിരുവഴുത്തിൽ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സിപ്പോര കർത്താവ് തന്നെ മോശയെ എതിരിട്ടപ്പോൾ സിപ്പോര നിരന്തരമായിട്ട് മോശയുടെ മക്കളെ പരിച്ഛേദന കഴിക്കാതെ തൻ്റെ ആ മര്യാദയ്ക്ക് അനുസരിച്ച് കൊണ്ടുപോവുകയും അതനുസരിച്ച് പോവുകയും ചെയ്യുന്ന, അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു കുടുംബത്തിലാവാം മോശയായിരുന്നത്. കാര്യം മോശ ഒരു ആടിനെ തീറ്റി അവിടെ ആയിരുന്ന ഒരു അനുഭവമാണ് തൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ സിപ്പോരയ്ക്ക് അവിടെ തനിക്കുള്ളതായ ആ ഒരു മേധാവിത്വം, തൻ്റെ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ട്. എന്നാൽ ദൈവം മോശ എതിരിട്ട ആ ഒരു പ്രത്യേക സമയത്ത് സിപ്പോര യുടെ പ്രതികരണത്തിലൂടെ നമുക്ക് ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യയുടെ അനുഭവത്തെ കാണാനായിട്ട് കഴിയും. അവിടെ സിപ്പോര വിളിക്കുന്നത് രക്തമണവാളൻ അല്ലെങ്കിൽ ബ്ലഡി ഹസ്ബൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന അനുഭവം നമുക്ക് സിപ്പോരയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അനേക കുലുക്കങ്ങളും അതുമൂലം ഭൂമി കുലുങ്ങുന്ന അനുഭവങ്ങളും ഉണ്ടാകാം എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞ നമ്മൾ കുലുക്കമില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് എബ്രായ ലേഖനം പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക എന്ന് നമ്മളവിടെ കാണുന്നു. അപ്പോൾ ഒരു ഇളകാത്ത രാജ്യമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഭാര്യയും ഭർത്താവും ഒരുങ്ങിയിരിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങൾ എപ്പോഴും ഇളകാത്ത കുടുംബങ്ങളായിരിക്കണം. പൊട്ടിത്തെറികളും അല്ലെങ്കിൽ അതിൻ്റെ മൂലം ഭൂമി കുലുങ്ങുന്ന അനുഭവങ്ങളും ഇല്ലാത്ത കുടുംബങ്ങളായി തീരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കാണുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ കോവിഡ് പോലൊരു അനുഭവം വന്നപ്പോൾ എല്ലാവരും ഭവനങ്ങളിൽ അടച്ചിരുന്നപ്പോൾ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പലരും അഭിപ്രായം പറയാറുണ്ട്. കാര്യം കൂടുതൽ ചേർന്നിരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. എന്നാൽ യഥാർത്ഥ അനുഭവമല്ല. കൂടുതൽ ചേർന്നിരിക്കുമ്പോൾ പ്രശ്നമില്ലാതെ ഇളകാത്ത ഒരു അനുഭവത്തിൽ നമുക്ക് പോകാനായിട്ട് കഴിയും. അത് ഭാര്യയും ഭർത്താവും അവരുടെ അതിൻ്റെ നമ്മുടെ ഭർത്താവ് തൻ്റെ അടിമ രാജാവാകുന്ന അനുഭവങ്ങളാകാതെയും ഭാര്യ തൻ്റെ ജീവിതത്തിൽ അതുപോലെ പാലിക്കേണ്ട മര്യാദകളും ജീവിതത്തിൽ പാലിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഇളക്കമില്ലാത്ത കുടുംബങ്ങളായിട്ട് തീരാനും ഇളകാത്ത രാജ്യത്തിന് വേണ്ടി ഒരുങ്ങാനും നമുക്ക് കഴിയും. അപ്പോൾ ആ നിലയിൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് ഈ ആഗൂരിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ വഴക്കമുള്ളൊരു ഹൃദയമായി തീരാൻ ഇടയായി തീരുകയും ചെയ്യണം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 17:34. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എത്ര ഗൗരവമേറിയ കാര്യമാണ് ഭർത്തൃ ജീവിതത്തിൽ. അപ്പോൾ ഭർത്താവ് ആ നിലയിൽ ഒരുക്കപ്പെട്ട ആളല്ലെങ്കിൽ ഒരാളെ ഉപേക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഭാര്യ ഒരുക്കപ്പെട്ടതല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളത് എത്ര ഗുരുതരമായ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരു മനം പ്രായം ചെല്ലുന്തോറും അല്ലെങ്കിൽ ആത്മീയ പ്രായത്തിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഒരു മനം തഴമ്പിച്ച അനുഭവങ്ങൾ വരാതെ നമ്മൾ വഴങ്ങുന്നുള്ള ഒരു ഹൃദയവും അവയവങ്ങളും ഉള്ളവരായി തീരാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തുടർന്നും ചില കാര്യങ്ങൾ
ഇവിടെ ഈ 30-ാം സദൃശവാക്യം 30-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബലഹീനമായ ചില ജീവജാലങ്ങളെ കൊണ്ട് സാദൃശ്യപ്പെടുത്തി നമ്മളെ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അവിടെ 30-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ, സദൃശവാക്യം 30-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യം, അവിടെ നമ്മൾ കാണുന്ന ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം, പണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഉറുമ്പിനെ നോക്കി നമ്മൾ പഠിക്കുവാനാണ് ഇവിടെ ഈ ആഗൂര് ഈ വചനങ്ങളോട് നമ്മളെ ഓർപ്പിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മളെങ്ങനെ ആണ് ഉപയോഗിക്കുന്നത് അത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ അടുത്ത ഒരു ഉറുമ്പിനെ പോലെ അടുത്ത ഒരു കാര്യമാണ് പറയുന്നത്, കുഴിമുയലിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ 26-ാം വാക്യം, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. അപ്പോൾ കുഴിമുയലിനെ കുറിച്ച് പറയുന്നു, മുയലൊരു വളരെ ബലഹീനമായ ഒരു ജന്തുവാണ്. അതിനെ ആരെയും അറ്റാക്ക് ചെയ്യാനോ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെങ്കിൽ അതിന് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് പ്രതികൂലങ്ങളെയും ഉപദ്രവങ്ങളെയും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് അതിൻ്റെ സുരക്ഷിതമായ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഈ കുഴിമുയലിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കാര്യം ഇനി മുൻപോട്ട് കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ കുഴിമുയലിൽ വളരെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പ്രതികൂലങ്ങളുടെ മുമ്പിലും സുരക്ഷിതമായ ഒരു അനുഭവം കണ്ടെത്തിയ ഒരു അനുഭവമാണ് ഈ കുഴിമുയലിനുള്ളത്. വൻമഴ ചൊരിഞ്ഞു, കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അതുപോലെ പാറമേൽ അടിസ്ഥാനമിട്ട അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അതിൻ്റെ ഭവനം ഒരുക്കിയ ഒരു അനുഭവമാണ് ഈ കുഴിമുയലിനുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് യുദ്ധം ഒക്കെ നടക്കുന്ന ഒരു അനുഭവങ്ങളിൽ നിങ്ങൾ പലരും വീടുകളിൽ ഒതുങ്ങിക്കഴിയുകയും ഒരു പ്രതികൂലാവസ്ഥയിലൂടെ കടന്നു പോകും. നേരത്തെ നമ്മളൊരുപോലെ കോവിഡ് വന്നപ്പോൾ എല്ലാവരും വീടുകളിൽ അടച്ചിരുന്ന ഒരു കാലത്തെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ദൈവം അനുവദിച്ചിട്ട് അറിയാതെയും വരുന്നതായ ഒരു കാര്യമല്ലെന്നുള്ള ഒരു തിരിച്ചറിവോടെ നമ്മളിതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷണത്തിനും ചില അളവുകോലുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2 ശമൂവേൽ 24-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 2 ശമൂവേൽ 24-13, ദാവീദ് ജനത്തെ എണ്ണിയപ്പോൾ അത് ദൈവത്തിന് അനിഷ്ടമായപ്പോൾ ദൈവം ഗാദ് പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ച് ദാവീദിനോട് സംസാരിക്കുന്ന വചനങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 ശമൂവേൽ 24-13, ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുമോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാവുകയോ, എന്ത് വേണം എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് നോക്കുക എന്ന് ഗാദ് പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ ഒരു അളവുപോലെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതിലേറ്റവും കട്ടിയായ ശിക്ഷണം എന്ന് പറയുന്ന ക്ഷാമത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 സംവത്സരം ക്ഷാമം ഉണ്ടാകുക. എന്നാൽ അതിൽ കുറഞ്ഞ കാര്യമാണ് 3 മാസത്തേക്ക് യുദ്ധം ഉണ്ടാകുക, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുക.
അതിനേക്കാൾ ഏറ്റവും ചെറിഞ്ഞ ഒരു ചെറിയൊരു ശിക്ഷണമാണ് മഹാമാരി എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു കോവിഡ് പോലത്തെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇതിൻ്റെ കാലത്ത് ഇപ്പം ഈ മൂന്ന് കാര്യം വെച്ചിട്ട് ഏത് വേണമെന്ന് ദാവീദിനോട് തന്നെ ചോദിച്ച് മറുപടി കേട്ടത് ഗാദിനോട് പറയാനാണ് ഇവിടെ പറയുന്ന ഒരു വാക്യമാണ്. എന്നാൽ ദാവീദ് ദൈവത്തിൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയൊരു ശിക്ഷണമാണ് ദാവീദിന് ദൈവം കൊടുത്തതെന്ന് നമ്മൾ കാണുന്നു. പിന്നെ ഒന്നും ആവശ്യപ്പെട്ടില്ല, ദൈവത്തിൻ്റെ കാലയിൽ ദാവീദ് വീണു. അപ്പോൾ ഏറ്റവും ചെറിയൊരു ശിക്ഷ കൊടുത്തു. അതാണ് മഹാമാരി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 15-ാം വാക്യം, 24-15 അങ്ങനെ യഹോവ ഇസ്രായേലിനെ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബർശേബ വരെ ജനത്തിൽ 70,000 പേര് മരിച്ചുപോയി എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷണ പദ്ധതിയിൽ ഏറ്റവും ചെറിയതായിരുന്നു മഹാമാരി. അതിനേക്കാൾ കട്ടി കൂടിയ കാര്യമാണ് യുദ്ധം. അതിനേക്കാൾ കട്ടി കൂടിയ ഒരു അനുഭവമാണ് ക്ഷാമം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകത്തക്കവണ്ണം നമ്മൾ ഉറുമ്പിനെ പോലെയും അല്ലെങ്കിൽ കുഴിമുയലിനെ പോലെയും ഉള്ളതായ ബുദ്ധി പ്രാപിച്ചവരായിരിക്കണം തൻ്റെ മക്കളെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആഗൂരിലൂടെ ഈ കാര്യങ്ങൾ, അതുപോലെ വെട്ടുക്കിളിയെക്കുറിച്ച് പറയുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായിട്ട് പോകുന്നു. അതിൻ്റെ 30-ന്റെ 27-ാം വാക്യം, വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണിയണിയായിട്ട് പുറപ്പെടുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള ബന്ധത്തിൽ ഒരു ശരീരം എന്നുള്ള നിലയിൽ അതെത്ര ക്രമമായിട്ട് പോകണം, അല്ലെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളുള്ള അവയവങ്ങളെല്ലാം ഒരേ നിലയിൽ തലയിൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ച് ക്രമമായിട്ട് പോകുന്ന അനുഭവം അവിടെ നമുക്ക് ഈ വെട്ടുക്കിളിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിൽ അത് അണിയണിയായിട്ട് പുറപ്പെടുന്നു. അപ്പോൾ വഴങ്ങുന്ന ഹൃദയം തന്നെ പറ്റിയുള്ള ഒരു എളിയ ചിന്ത. അതുപോലെ വേറൊരു ജീവിയെക്കുറിച്ച് കൂടെ പറയുന്നുണ്ട്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിലും പാർക്കുന്നു. അപ്പോൾ പല്ലി വർഗത്തിൽപ്പെട്ട ഇത് നോക്കിയാൽ വലിയ ചീങ്കണ്ണി മുതലയൊക്കെ ഈ പല്ലിയുടെ വർഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ പല്ലി വളരെ വഴങ്ങുന്ന ഒരു സ്വഭാവവും വളരെ ചെറിയ ഒരു അനുഭവമാണ് പല്ലിക്കുള്ളത്. ഈ തൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റ് മുതലയും ചീങ്കണ്ണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിലും പാർക്കുന്നു. വളരെ അതിൻ്റെ ലാളിത്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമ്മൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കഠിനമാക്കാതെ വഴങ്ങുന്ന ഒരു ഹൃദയം, അല്ലെങ്കിൽ വഴങ്ങുന്ന ഒരു അനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും ഉണ്ടാകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ചില വാക്യങ്ങളോടെ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. ഈ എഫെസ്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അതുപോലെ പുതുക്കം പ്രാപിക്കാനായിട്ട് ഫോഷ്ക്ക്, നുണ, വ്യാജഭാവം എന്നിവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതുപോലെ 1 പത്രോസ് 2:1 സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കി എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ കുത്തുകൊള്ളുന്ന മനസ്സ്, ദൈവവചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ കുത്തുമ്പോൾ നമുക്ക് ആ സ്പർശ്യതയുള്ളവരായിട്ട്, നമ്മുടെ ഒരു മരച്ച ശരീരത്തിന് ഒരിക്കലും ഈ കുത്തുകൾ ഏൽക്കത്തില്ല. എന്നാൽ ഇതിനെ തിരിച്ചറിയാനും
നമ്മുടെ ജീവിതത്തിൽ അതിനോട് ഉള്ള ബന്ധത്തിൽ നമ്മൾക്ക് എപ്പോഴും ആ ഒരു സ്പർശ്യതയുള്ളവരായിരിക്കാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു നടുക്കമുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കഠിനമാക്കാതെ, നമ്മുടെ വാക്ക് എപ്പോഴും ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ ഈ നമ്മുടെ ഈ ആദ്യകാലത്ത് നമ്മളായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീയ വർധനയ്ക്കായിട്ട് നല്ല വാക്കല്ലാത്തതാകാത്ത ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതെ, നമ്മുടെ വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തെ തന്നെ കഠിനപ്പെടുത്തുന്നതാണ്. നമ്മുടെ വാക്ക് കൈവിട്ടു പോയാൽ അത് തിരിച്ചെടുക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തോടെ, നമ്മുടെ പഴയ ഹൃദയം എപ്പോഴും പറയുന്നത് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പുതിയ ഹൃദയം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്ത് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുന്നതാണ് എന്നുള്ളതായ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കേട്ടുപോകുന്നു എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. അപ്പോൾ നമ്മൾ ദുർഭാഷണം നിമിത്തം, അല്ലെങ്കിൽ ദുർഭാഷണങ്ങൾ കേൾക്കുന്ന നിമിത്തം നമ്മൾ സദാചാരം കെട്ടുപോകും, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, കല്ലായുള്ള ഹൃദയം അല്ല, മാംസളമായ ഹൃദയം, ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതപ്പെടുന്ന ആ മാംസളമായ ഹൃദയം നമുക്ക് തന്ന് ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുവാനും ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാനും ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ദൈവ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഇളകാത്ത രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വചനം ത്തിന് മുമ്പാകെ എന്നെയും താഴ്ത്തുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ, കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് ഞങ്ങൾ അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ഈ കർത്താവെ അവസാന നാളുകളിൽ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ എത്ര നിർമ്മലതയോടെ സൂക്ഷിക്കണം എന്നുള്ളതായ വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദൈവഭയത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രിയ സഹോദരങ്ങളിലൊക്കെ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു നിൽക്കാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും ദൈവകരങ്ങളിലായിരിക്കാൻ ഞങ്ങളെല്ലാം കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സകല ജാഗ്രതയോടും കൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കാൻ, മാംസളമായ ഹൃദയം സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞങ്ങളുടെ ഉള്ളിൽ എഴുതിയവരായിട്ട് കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ഉള്ള അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ പരമേൽപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.